ദുരന്തബാധിത പ്രദേശത്ത് നിന്നും ജീവനുള്ള എല്ലാവരെയും രക്ഷിച്ചെന്ന സൈന്യത്തിന്റെയും സർക്കാരിന്റെയും പ്രതികരണം ശരിവയ്ക്കുന്ന തരത്തിലുള്ളതാണ് തെർമൽ ഇമേജിംഗ് പരിശോധനയിലെ കണ്ടെത്തൽ. ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം കൊച്ചിയിലെ ഏജൻസിയാണ് ഡ്രോൺ പരിശോധന നടത്തിയത്. തെർമൽ ഇമേജിംഗ് പരിശോധനാ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. ISROയും മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടലിന്റെ പ്രഭവകേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ്. 8 കിലോമീറ്റർ ദൂരത്തിലാണ് പാറക്കെട്ടുകൾ ഉൾപ്പെടെ വെള്ളം ഒഴുകിയെത്തിയത്. ദുരന്തമേഖല 86,000 ചതുരശ്ര മീറ്റർ വരും. റഡാർ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ISRO പുറത്തുവിട്ടത്. അതേസമയം വയനാട്ടിലെ ദുരന്തഭൂമിയിൽ തിരച്ചിൽ 4ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല ഭാഗങ്ങളിൽ മരണസംഖ്യ 300 പിന്നിട്ടു. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.